നമസ്കാരം, ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം. അറബിക്കടലിലെ ചരക്ക് കപ്പൽ 5 സംഘം റാഞ്ചി എന്നുള്ള ഒരു സ്ഥിരീകരണം നാവികസേന പുറത്തുവിട്ടിട്ടുണ്ട്. ലൈബീരിയൻ പതാക MV ലീല നോർഫാക്ക് എന്ന ചരക്ക് കപ്പലാണ് തട്ടിയെടുത്തത്. അറബിക്കടലിലെ സൊമാലിയൻ തീരത്ത് വെച്ച് ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. വ്യാഴാഴ്ച ദിവസം വൈകുന്നേരം സായുധരായ 6 കടൽ കൊള്ളക്കാർ കപ്പലിലേക്ക് കടന്നു കയറുകയും ഈ കപ്പലിനെ റാഞ്ചുകയുമായിരുന്നു ചെയ്തത്. കപ്പലിൽ ഏകദേശം 15ഓളം ഇന്ത്യക്കാരുണ്ടെന്നാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. സംഭവത്തിന് ശേഷം തന്നെ ശക്തമായ നിരീക്ഷണം ഇന്ത്യൻ നാവികസേന ആരംഭിച്ചതായി തന്നെ വ്യക്തമാക്കി. ഇപ്പോഴത്തെ വിവരങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് തൊട്ടു പിന്നാലെ തന്നെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ വേണ്ടി ഇന്ത്യയുടെ യുദ്ധക്കപ്പലായ INS ചെന്നൈ മേഖലയിലേക്ക് തിരിച്ചിരുന്നു. തട്ടിയെടുത്ത കപ്പലിന് ആവശ്യമായ രീതിയിൽ സഹായം എത്തിക്കുന്നതിനായി INS കൊച്ചിയും തൊട്ടു പിന്നാലെ തന്നെ കപ്പലിനടുത്തേക്ക് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കപ്പലിന്റെ നീക്കമൊക്കെ മാരിടൈം പെട്രോൾ എയർക്രാഫ്റ്റ് നിരീക്ഷിച്ചു വരികയാണ്. കപ്പലിനുള്ളിലെ ജീവനക്കാർ സുരക്ഷിതരാണെന്ന് അറിയാനായി സാധിക്കുന്നുണ്ട്. പ്രദേശത്തെ മറ്റ് ഏജൻസികളുമൊത്ത് ഏകോപനത്തോടെ സ്ഥിതിഗതികൾ പരിശോധിച്ചു വരികയാണെന്നും നാവികസേന തൊട്ട് മുൻപ് വ്യക്തമാക്കുകയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിഷയമെന്നാൽ, ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരമെന്നാൽ, ഇന്ത്യൻ നാവികസേനയുടെ ഹെലികോപ്റ്റർ കപ്പലിന് ചുറ്റും റോന്ത് ചുറ്റുകയാണ്. റാഞ്ചിയവർക്കെതിരെ കൃത്യമായ സന്ദേശം നാവികസേന നൽകി കഴിഞ്ഞിട്ടുണ്ട്. വളരെ വേഗത്തിൽ കീഴടങ്ങിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പത്തിലാകുമില്ല എങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ കമാൻഡോകൾ എന്തിനും സജ്ജമായിരിക്കുകയാണ്. ഏത് നിമിഷവും ഒരു ആക്രമണം പ്രതീക്ഷിക്കാവുന്നതാണ്. കപ്പലിലേക്ക് സായുധരായ 6 പേർ അതിക്രമിച്ച് കയറി എന്ന സന്ദേശമായിരുന്നു ആദ്യം നാവികസേനയ്ക്ക് കിട്ടിയത്. കപ്പലിലുള്ളവരുമായി ആശയവിനിമയം നടത്താൻ ഇന്ത്യൻ നാവികർക്ക് കഴിയുന്നുണ്ടെന്നാണ് ഇപ്പോഴും ലഭിക്കുന്ന റിപ്പോർട്ട്. നിലവിൽ കപ്പൽ റാഞ്ചിയവരെ നേരിടാനുള്ള ശ്രമങ്ങൾ നാവികസേന ആരംഭിച്ചു കഴിഞ്ഞു. അത് ഏകദേശം അവസാന ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. നാവികസേനയുടെ വിമാനം ഇന്ന് കപ്പലിന് മുകളിലൂടെ പറന്ന് നിരീക്ഷണവും നടത്തിയിരുന്നു. കാര്യങ്ങളൊക്കെ സുരക്ഷിതമാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ചെങ്കടലിലും അറബിക്കടലിലും ചരക്ക് കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണങ്ങൾ നടന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യ നിരീക്ഷണത്തിന് വേണ്ടി 4ഓളം യുദ്ധക്കപ്പലുകൾ സമുദ്രമേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ചെങ്കടലിൽ വെച്ച് വ്യവസായ കപ്പലായ MV ചെംപ്ലൂട്ടോയ്ക്ക് നേരെ ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായ ഒരു സംഭവമുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം ഡിസംബർ 23-ാം തീയതിയായിരുന്നു ഈ വിഷയം. കപ്പലിൽ 21 ഇന്ത്യക്കാരും ഒരു വിയറ്റ്നാമീസ് പൗരനുമായിരുന്നു ഉണ്ടായത്. വളരെ വേഗത്തിൽ തന്നെ ഇന്ത്യൻ നാവികസേന ഈ മേഖലയിലേക്ക് പോവുകയും കപ്പലിനെ സുരക്ഷിതമായി മുംബൈ തീരത്തേക്ക് എത്തിക്കുകയും ചെയ്തു. രാജ്യാന്തര കപ്പൽ പാതയിലൂടെ കടന്നു പോകുന്ന ചരക്ക് കപ്പലുടെ സുരക്ഷിതത്വം പരിഗണിച്ചുകൊണ്ട് മധ്യവടക്കൻ അറബിക്കടലിലും ഏതൻ ഉൾക്കടലിലുമാണ് ഇന്ത്യൻ നാവികസേന ഇപ്പോൾ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇതിന് പിന്നിൽ ഹൂതികളുടെ ആക്രമണമാണോ എന്നുള്ള സംശയവും ഏവരും ഉയർത്തുന്നുണ്ട്. കാരണം അമേരിക്കൻ സൈന്യത്തിൻ്റെ അന്ത്യശാസനം തള്ളിക്കൊണ്ട് ചെങ്കടലിൽ വീണ്ടും ഹൂതി ആക്രമണം കടുക്കുന്നുണ്ട്. കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണത്തിനാണ് ഹൂതികളുടെ നീക്കം. എന്നാൽ ആർക്കും ഇതുവരെ പരിക്കും കേടുപാടുമൊന്നും തന്നെ സംഭവിച്ചില്ല എന്നാണ് അമേരിക്കൻ നേവിയും പറയുന്നത്.